ഇവിടെ ചാലക്കുടി പള്ളിയുടെ സമീപത്ത് അടുത്തൊരു ഹെറിറ്റേജ് ബാർ വരാൻ പോകുന്നത് കേട്ടു. എനിക്കറിയാൻ പാടില്ല അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. 200 മീറ്റർ അകലെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു നിയമം അവിടെ നിൽക്കുക. പക്ഷേ ടൂറിസത്തിന്റെ മറവില് ഇവിടെ ബാറുകൾ നിരത്തുകളിൽ പൊതുനിരത്തുകളിൽ മുഴുവൻ തുറക്കാൻ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലല്ലോ. എന്തിന് ആ മനുഷ്യന് കഴിക്കാൻ അരിയാഹാരം കൊടുക്കാനായിട്ട് സപ്ലൈകോയ്ക്ക് സപ്ലൈ ചെയ്യാനുള്ള അരിയില്ലെങ്കിലും നിങ്ങൾ മദ്യം വീട്ടിലിരുന്ന് ഓർഡർ ചെയ്തോ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടും തരാമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നത്, അത് ആരെ പ്രീതിപ്പെടുത്താനാണ്? ഇവിടുത്തെ അടുത്ത വരുമാന മാർഗം എന്താ? ലോട്ടറിയാണ്. ഈ ലോട്ടറി വിറ്റ് ഈ ലോട്ടറിയിൽ എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട് ഇവിടെ. ഈ ലോട്ടറി എടുക്കുന്ന ആരാണ്? സാധാരണക്കാരായ മനുഷ്യരാണ്. അതൊരു ചൂതാട്ടം പോലെ തന്നെ ഒരു അഡിക്ഷനായി മനുഷ്യരെ മാറ്റിയിട്ട് ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും മദ്യത്തിൽ നിന്ന് കിട്ടുന്ന നികുതിയും വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ഭരണ സംവിധാനങ്ങൾ, അത് ഇടതായാലും വലതായാലും, ഇതിനോടൊക്കെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് പറയാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മൂനമ്പം, നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കോട്ടപ്പുറം രൂപതയിലേക്കാണ് പോകുന്നു. മൂനമ്പത്തിൽ നമ്മുടെ ജനതയുടെ വിഷയം എത്ര പേര് മുന്നോട്ട് വന്നു, ഞങ്ങൾ പരിഹരിച്ചു. കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കാര് അതിന്റെ നേതൃത്വം എടുക്കുന്നു, ഇവിടെ ഭരിക്കുന്നവർ മാറി മാറി വരുന്നു, എല്ലാം പരിഹരിച്ചു. എവിടെ പരിഹരിച്ചെന്ന്? മുനമ്പത്തെ ജനത ഇപ്പോഴും അവിടെ പട്ടിണി സമരത്തിലാണ്. ഈ വിഷയങ്ങൾ എന്തുകൊണ്ട് കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു? ആശാ വർക്കർമാര് ആശയേറ്റ് അവിടെ കടന്നു തുടങ്ങിയിട്ട് 200 ദിവസം കഴിഞ്ഞു. ഈ ഓണക്കാലത്ത് എല്ലാവരും ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ തെരുവിൽ ഓണം ആഘോഷിക്കേണ്ട ഗതികേടിലേക്ക് ഈ ആശാ വർക്കർമാർ, എയ്ഡഡ് മേഖലയിലെ 1000-ലധികം അധ്യാപകർ ഇങ്ങനെ നോക്കി ക്ഷേമബത്ത പെൻഷൻ ആനുകൂല്യങ്ങൾ ഇതൊന്നും ലഭിക്കാത്തതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യര്, ഇതൊന്നും കണ്ടിട്ടും കാണാത്തതുപോലെയുള്ള ആ ഒരു അന്ധത ബാധിച്ചവരായി നമ്മുടെ ഈ നേതാക്കന്മാർ മാറുമ്പോൾ കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന് ഇവരോട് ശക്തമായ രീതിയിൽ പറയാനുണ്ട്. ഈ പറച്ചില് മാത്രമല്ല, ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുമുണ്ട്. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ ജനങ്ങളോട് ഞങ്ങൾക്കും പറയാനുണ്ടാവും ചിലതൊക്കെ. ആ പറയാനുള്ളത് കേൾക്കാനുള്ള ബാധ്യത ഈ സമൂഹത്തിനുണ്ടാകട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ നിശബ്ദത നാളത്തെ വലിയ ദുരന്തമായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും അത് ഈ കാലഘട്ടത്തിന്റെ ഈ സമൂഹത്തിന്റെ ആവശ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പങ്കുവെക്കാനുള്ളത്. ചിന്തിക്കാൻ തുടങ്ങിയാൽ, പറയാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഇനിയും ഏറെ വിഷയങ്ങൾ നമുക്ക് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാനുണ്ട്. ഇത് പറഞ്ഞിട്ട് എൻ്റെ അച്ഛ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടാകുമോ? ഇല്ല. നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടത് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളാണ്. വൈകുന്നേരമായ അന്തിച്ചർച്ചയ്ക്ക് ഒരു യുവനേതാവിന്റെ വിഷയവുമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഈ വിഷയത്തിൽ ചൂടാറുമ്പോഴേക്കും അടുത്ത വിഷയത്തിലേക്ക് വരണം. അത് ഇവിടുത്തെ കാതലായ പ്രശ്നങ്ങളെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് വേറെ വിഷയങ്ങൾ പതുക്കെ പൊക്കിക്കൊണ്ടുവന്ന് നമ്മളെയൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന വിചാരങ്ങളിലേക്ക് നയിച്ച് നമ്മളൊക്കെ സുഷുപ്തിയിലായിരിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ഭരിക്കുന്നവർക്കോ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയല്ല ഭരിക്കേണ്ടത്. ഇങ്ങനെയല്ല ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ധീരതയോടുകൂടെ, ആർജവത്തോടുകൂടെ ഇവിടുത്തെ ഏതൊരു പൗരനും, ഇന്ത്യയിലെ ഏതൊരു പൗരനും അവൻ വോട്ടവകാശം വിനിയോഗിച്ച് എന്നെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ആ ഒരു ബാധ്യത എനിക്കുണ്ട്. അവനടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഞാൻ ഓടുന്ന കാറിന്റെ ഡീസൽ അടിക്കുന്നതെന്നും ഞാൻ യാത്ര ചെയ്യുന്ന വിമാനത്തിന്റെ കൂലി കൊടുക്കുന്നതെന്നും ഞാൻ താമസിക്കുന്ന വലിയ ഹോട്ടലുകളിലെ ബില്ലുകൾ തീർക്കുന്നതെന്നും ഇവർ വിസ്മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് അത് വളരെ ഖേദകരമാണ്. അതുകൊണ്ട് ഈ നേതാക്കന്മാര് ദന്തഗോപുരങ്ങൾ വിട്ട് സാധാരണക്കാരുടെ അടുത്തേക്ക് ഇറങ്ങട്ടെ. നമുക്കറിയാം, ഹെലികോപ്റ്റർ ഇവിടെ ഒരെണ്ണം കുറെ കാലമായിട്ട് വാടകയ്ക്ക് കിടക്കുന്നുണ്ട്. അവർക്ക് ഈ നാഷണൽ ഹൈവേ റോഡിലൂടെ ഒന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പോകണോ, കാസർഗോഡ് പോകണോ, ഞങ്ങൾ രാജധാനി എക്സ്പ്രസ് ഒക്കെ ഇട്ട് തരുന്നുണ്ട്. ആ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് ആര് കൊടുക്കും? അത് നിങ്ങൾ ഗവൺമെന്റ്, ഞങ്ങൾ ടാക്സ് നിങ്ങൾ തരുന്നുണ്ടല്ലോ. അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് തുടങ്ങി അവിടെ വരെ ഓടാനായിട്ട് കേരയിൽ പദ്ധതി ഞങ്ങൾ തരാം, 3000 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തോ. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്?
പ്രിയമുള്ളവരെ, വളരെ വിഷമമുണ്ട്. ഇങ്ങനെയുള്ള പൊതുനിരത്തുകളിൽ ഞങ്ങൾ വൈദികരും മെത്രാന്മാരും, ഇന്ന് അഭിമന്യ പിതാവ് സ്ഥലത്തില്ലാതെ പോയി, അല്ലെങ്കിൽ അഭിമന്യ പിതാവ് ഈ ഒരു വേദി അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു. അഭിമന്യ പിതാവ് ബാംഗ്ലൂരിൽ മീറ്റിങ്ങിലാണ്. ഞങ്ങളൊക്കെ ഇതുപോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്, അല്ലെങ്കിൽ തെരുവിലേക്ക് നിർബന്ധമായിട്ടും ഇറങ്ങിച്ചെറിക്കുന്നതിൻ്റെ ഒരു കാരണം പറയേണ്ട ആളുകൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയേണ്ട സ്ഥലങ്ങളിൽ പറയാത്തതിൻ്റെ പേരുള്ള ദുരന്തമാണ്. അതുകൊണ്ട് ഇത്തരം വേദികളിൽ ഞങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത, ആ ഉത്തരവാദിത്വം ധീരതയോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കാരണം ഞങ്ങളെ വിളിച്ചവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തു അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വളരെ വിപ്ലവകരമായ തീരുമാനത്തിലൂടെ ഈ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ആ ഒരു അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ദൗത്യമായിട്ട് ഞങ്ങൾ കാണുന്നു. ആ ദൗത്യത്തിന്റെ ഭാഗം ഞങ്ങൾ നിർവഹിക്കുന്നു. പ്രിയമക്കളെ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഈ ഒരു കേരള യാത്ര ഇത് 14 ജില്ലകളിലൂടെ കടന്ന് ഏകദേശം 1000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ എന്നോട് ചോദിക്കും, ഇതുകൊണ്ട് എന്തുണ്ടായി, ഇതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? JB കോശിക്കായിട്ട് കണ്ടെയ്നറിലൂടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ നിയമിച്ചത്. എവിടെയുണ്ടവര്? ദളിതരുടെ അവകാശങ്ങളെ കുറിച്ച് പല വാദോരാതെ സംസാരിക്കും. ഞങ്ങൾക്ക് അവകാശപ്പെട്ട് തരാനായിട്ട് ഞങ്ങൾ ഓച്ചാനിച്ച് നിൽക്കണം. ഭരണഘടനയിൽ അംബേദ്കർ വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആർട്ടിക്കിൾ 25, 21 ഒക്കെ നമുക്ക് നൽകുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, ഫ്രീഡം ഓഫ് പ്രൊക്ലമേഷൻ, ഫ്രീഡം ഓഫ് ലിവിങ്, ഇതൊക്കെ നിഷേധിക്കപ്പെടുമ്പോൾ ഞങ്ങൾ എന്നും കണ്ണും പൂട്ടി കൈയും പൂട്ടി അടങ്ങിയിരിക്കണമെന്ന് നിങ്ങൾ ശഠിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ ഒരു യാത്ര അത്തരത്തിലുള്ള ഒരു ഉണർത്തുപാട്ടായിട്ട് മാറാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ സംഘാടകരായിട്ട് പ്രവർത്തിക്കുന്ന KCYM സംസ്ഥാന സമിതിക്ക് അതിന് നേതൃത്വം നൽകുന്ന അഭിനം, അതുപോലെ തന്നെ എബിനും, അതുപോലെ തന്നെ ഡിറ്റോച്ചനും, ഇരിഞ്ഞാലക്കുട രൂപതയിലെ മുട്ടിലെഴിഞ്ഞ് പ്രശസ്തനായ നമ്മുടെ ഡയറക്ടറും ഇവിടുത്തെ രൂപത KCYM ടീം അംഗങ്ങൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഞാൻ ആരെയും മുറിപ്പെടുത്താനല്ല സംസാരിച്ചത്. സത്യങ്ങൾ എൻ്റെതായ വികാരത്തോടെ ഞാൻ പ്രകടിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആർക്കെങ്കിലും അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ നിലപാടച്ഛൻ പറഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഐ എം സോറി, ഇത് തെറ്റിദ്ധാരണയല്ല, ശരിയായ ധാരണയാണെന്ന് ഒരിക്കൽ കൂടി പ്രസ്താവിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.